ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ PSC ടെക്സ്റ്റ് ബുക്ക്. SCRTയുടെ 1, 3, 5, 7, 9 ക്ലാസ്സിൻ്റെ പാഠപുസ്തകങ്ങൾ ഇത്തവണ മാറി, നിങ്ങൾ അറിഞ്ഞു കാണും. അതിനകത്ത് 9ാം ക്ലാസ്സിൻ്റെ ജോഗ്രഫി ടെക്സ്റ്റ് ബുക്കിൽ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ 2 പാർട്ട് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ആ ക്ലാസ്സിൻ്റെ തന്നെ ഒരു ക്വിക്ക് റിവിഷനാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ LDC എക്സാം ഉള്ളവരാണെങ്കിലും ആരായാലും എന്തായാലും അടുത്ത തവണത്തേത് കൂടി ആവുമ്പോൾ SCRT ടെക്സ്റ്റ് ബുക്ക് പൂർണ്ണമായിട്ടും എല്ലാ സബ്ജക്റ്റും എല്ലാം മാറും. പിന്നീടുള്ള ഓരോ എക്സാമിനും ഇപ്പം തന്നെ SCRT പാഠപുസ്തകങ്ങൾ ഡീറ്റെയിൽ ആയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ഇല്ലാതിരുന്ന സമയത്താണ് ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തതും അന്നായിട്ട ക്ലാസ്സുകളാണ് ഇന്നല്ല. ഇനി എന്തൊക്കെ എങ്ങനെയൊക്കെ SCRT എന്ന് ചോദിച്ചാൽ പോലും ഉറപ്പായിട്ടും ഇപ്പോൾ ഞാനിട്ട സയൻസിൻ്റെ ക്ലാസ്സസൊക്കെ ആണെങ്കിലും അതിനകത്തുനിന്ന് ആ ഒരു ക്ലാസ് കണ്ടവർക്ക് വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ 1 വേർഡ് പഠിക്കുന്നവർ കാണാം, ഒരുപാട് റാങ്ക് ഫയൽ SCRTയുടെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നവർ കാണും. അവർക്കൊന്നും എഴുതാൻ പറ്റിയില്ലെങ്കിൽ പോലും ഈ ഒരു ക്ലാസ് സയൻസിൻ്റെ ഒക്കെ കേൾക്കുന്നവർക്ക് എത്ര ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിച്ചാലും എഴുതാൻ പറ്റുമെന്ന് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ഇനിയായാലും ഞാനിപ്പോൾ ഈ പുതിയ SCRT ക്ലാസ്സുകളൊന്നും തന്നെ എടുത്ത് തുടങ്ങിയിട്ടില്ല. ജോഗ്രഫിയാണ് ആദ്യമായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ പാർട്ട് 1ഉം പാർട്ട് 2ഉം ക്ലാസ്സിൻ്റെ ഒരു റിവിഷൻ എടുത്തിട്ട് ബാക്കിയുള്ള ക്ലാസ്സസിലേക്ക് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ LDC ഈ വരുന്ന അതായത് നടന്നുകൊണ്ടിരിക്കുന്ന LDC എക്സാം അല്ലാണ്ട് വേറെ ഏതെങ്കിലും PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ ഈ ഒരു ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. സ്കൂൾ കുട്ടികളാണ് ക്ലാസ് കാണുമ്പോൾ ഏറ്റവും കൂടുതൽ അതിന് റെസ്പോണ്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അവരുടെ ക്ലാസ്സുകൾ ബാക്കി അപ്ലോഡ് ചെയ്യുന്നത്. PSC ഇച്ചിരി കൂടെ മുതിർന്നവരാകുമ്പോൾ എനിക്കറിയത്തില്ല, റെസ്പോൺസ് കുറച്ച് കുറവാണ് കേട്ടോ. എങ്കിലും ഞാൻ ഇടുന്ന ക്ലാസ്സുകൾ ഏറ്റവും കൂടുതൽ മണിക്കൂറുകളോളം അത് കാണുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും അടുത്ത ക്ലാസ്സുകൾ ഇടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ SCRT ജോഗ്രഫി പാർട്ട് 1 പാർട്ട് 2 ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് തന്നെ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യുവാണ് പെട്ടെന്ന് കേട്ടോ. അപ്പോൾ ലോകത്തിൻ്റെ നെറുകയിൽ നിന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഇതിനകത്ത് മെയിനായിട്ടും ഈ ഒരു വർഷം നമ്മുടെ ഇന്ത്യയിലെ ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ ഉത്തരപർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളും ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ചാപ്റ്ററിൽ ഉത്തരപർവ്വത മേഖലയെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ വരും ചാപ്റ്റേഴ്സിൽ ഉത്തരേന്ത്യൻ സമതലമാണ് 2ാമത്തെ ചാപ്റ്റർ, ഉപദ്വീപീയ പീഠഭൂമിയാണ് 3ാമത്തെ ചാപ്റ്ററിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പേജിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അതായത് ഞാൻ പറഞ്ഞില്ല നമ്മൾ ടെക്സ്റ്റ് ബുക്കുകൾ പൂർണ്ണമായിട്ടും വായിച്ചിട്ട് ഒരു പോയിൻ്റ് പോലും മിസ്സാവാത്ത രീതിയിലാണ് ക്ലാസ്സസ് എടുക്കുന്നത്. ഇതൊരു റിവിഷൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു പേജിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അതായത് നമ്മുടെ ഇന്ത്യയിൽ മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്നതിനുള്ള കാരണം എന്താണ് എന്നുള്ളത് ഈ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഭൂപ്രകൃതിയിലുള്ള വൈവിധ്യവും നമ്മുടെ ഇന്ത്യയുടെ പൊസിഷൻ, സവിശേഷമായ സ്ഥാനവുമാണ് ഇവിടെ മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്നതിനുള്ള കാരണം. അപ്പോൾ ഇന്ത്യയുടെ ഭൂപ്രകൃതിയിലുള്ള വൈവിധ്യവും ഇന്ത്യയുടെ സ്ഥാനവുമാണ് ഇന്ത്യയിൽ മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്നതിനുള്ള കാരണം. പിന്നീട് നമുക്കറിയാം ഇന്ത്യയെ ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ 5ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ആദ്യത്തേത് ഉത്തരപർവ്വത മേഖല, അതേപോലെ ഉത്തരേന്ത്യൻ സമതലങ്ങൾ, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളും. അപ്പോൾ ഇതിൽ ഉത്തരപർവ്വത മേഖലയെക്കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഈ ഒരു മാപ്പ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡാർക്കൻ ചെയ്ത് കിടക്കുന്ന പോർഷനാണ് ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ട് മുതൽ അവിടെ നിന്ന് ഉത്ഭവിച്ചിട്ട് അങ്ങ് കിഴക്ക് പൂർവാഞ്ചൽ വരെയുള്ള നിരവധി പർവ്വത നിരകൾ ചേരുന്നതാണ് ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാമീർ പർവ്വതക്കെട്ടിൽ ഉത്ഭവിക്കുന്ന മറ്റു പർവ്വതങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നറിയാമോ? ദേ ഡയഗ്രത്തിൽ നോക്കുക. കുൻലൂൻ, ടിയാൻഷാൻ, ഹിന്ദുകുഷ്. കുൻലൂനുണ്ട്, ടിയാൻഷാനുണ്ട്, ഹിന്ദുകുഷുണ്ട്. അപ്പോൾ പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിച്ച് അങ്ങ് കിഴക്ക് പൂർവാഞ്ചൽ വരെയാണ് ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്. താരതമ്യേന പ്രായം കുറഞ്ഞ ഉയരമേറിയ പർവ്വത നിരകളാണ് ഇവിടെ കാണപ്പെടുന്നത്. ഇവിടുത്തെ നമുക്കറിയാം മടക്ക് പർവ്വതമാണ് ഹിമാലയ പർവ്വതം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഭൂവൽക്കത്തിലെ ശിലാപാളികൾക്ക് സമ്മർദ്ദ ബലത്താലാണ് എന്ത് ചെയ്തത്, മടങ്ങിയിട്ടാണ് അല്ലെങ്കിൽ വലനം സംഭവിച്ചിട്ടാണ് മടക്ക് പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത്. ഹിമാലയം പോലെ തന്നെ ഈ വലനത്തിലൂടെ, ഫോൾഡിങ്സിലൂടെ രൂപം കൊണ്ട മറ്റൊരു പർവ്വതം ഏതാണ്? ആൽപ്സ് പർവ്വതനിരയാണ്. അപ്പോൾ ശിലാപാളികൾക്ക്
വലനം അല്ലെങ്കിൽ ഫോൾഡിങ്സ് സംഭവിച്ചിട്ടാണ്, FOLDINGS ഫോൾഡിങ്സ് സംഭവിച്ചിട്ടാണ് എന്ത് മടക്ക് പർവ്വതങ്ങൾ, അപ്പോൾ ഹിമാലയം രൂപം കൊണ്ടതും അങ്ങനെ തന്നെയാണ്. പടിഞ്ഞാറ് സിന്ധു നദി മുതൽ ബ്രഹ്മപുത്ര നദി വരെയാണ് എന്ത് ഉത്തരപർവ്വത മേഖല വ്യാപിച്ചു കിടക്കുന്നത്. ഏകദേശം 2400 കിലോമീറ്റർ നീളത്തിൽ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ നമ്പറിനെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഉത്തരപർവ്വത മേഖലയുടെ നീളം എത്രയാണ് പറയുന്നത്? ഏകദേശം 2400 കിലോമീറ്റർ. അതേപോലെ ഇതിൻ്റെ വീതി നമുക്കറിയാം, കിഴക്കോട്ട് വരുംതോറും വീതി കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇല്ലേ. അപ്പോൾ 400 കിലോമീറ്റർ തുടങ്ങി 150 കിലോമീറ്റർ, അതായത് 150 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെ വേരി ചെയ്യും എന്ത് ഈ ഉത്തരപർവ്വത മേഖലയുടെ വീതി എന്ന് പറയുന്നത്. എന്നിട്ട് ഈ ഉത്തരപർവ്വത മേഖലയെ തന്നെ ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ട്രാൻസ് ഹിമാലയ, കിഴക്കൻ കുന്നുകൾ എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇത്രയും കിട്ടിയോ? അപ്പോൾ പാമീർ പർവ്വതക്കെട്ടിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അവിടെയുള്ള മറ്റ് പർവ്വതങ്ങളുടെ പേര് കണ്ടോ, ടിയാൻഷാൻ, കുൻലൂൺ, ഹിന്ദുക്കുഷ്. പിന്നെ ഈ 2400 കിലോമീറ്റർ, 150 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെ വീതി കിട്ടിയേ. സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി 900 മീറ്ററിന് മുകളിൽ ഉയരമുള്ള ഭൂരൂപങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? പർവ്വതങ്ങളെന്ന് പറയുന്നത് കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചേക്കണം, 900 മീറ്ററിന് മുകളിലുള്ളത്. അപ്പോൾ മടക്ക് പർവ്വതങ്ങൾ, ഫോൾഡ് മൗണ്ടെയ്ൻസ് നമ്മൾ പറഞ്ഞല്ലോ, അതും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഭൂവൽക്കത്തിലുള്ള ശിലാപാലുകൾ സമ്മർദ്ദബലത്താൽ എന്ത് ചെയ്യും? മടങ്ങിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? മടക്ക് പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത്. ഹിമാലയ പർവ്വതത്തിൻ്റെ രൂപീകരണം ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ട്രാൻസ് ഹിമാലയ, കിഴക്കൻ കുന്നുകൾ. അപ്പോൾ ഇതിനകത്ത് ട്രാൻസ് ഹിമാലയയുടെ പോർഷൻ ഏതൊക്കെയാണ്? കാറക്കോറം, ലഡാക്ക്, സസ്കർ നമ്മൾ പറഞ്ഞു. ഹിമാലയം എന്ന് പറയുന്നത് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്കാണ്. കിഴക്കൻ കുന്നുകൾ അങ്ങേയറ്റം, അതായത് നമ്മളിപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു കൈ ഇപ്പോൾ വലത്തോട്ടോ ഇടത്തോട്ടോ ഇങ്ങനെ ചരിച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ തല മുതൽ ആ കൈവിരലുകൾ വരെ അങ്ങനെ ഒരു പൊസിഷനിലായിരിക്കും ഇങ്ങനെ ചരിച്ച് പിടിക്കുകയാണെങ്കിൽ ആ ഒരു പൊസിഷനിലായിരിക്കും എന്ത് ഹിമാലയ പർവ്വതം കിടക്കുന്നത് നമുക്ക് ഊഹിക്കാം. അപ്പോൾ നമ്മുടെ ആ വിരലുകളുടെ ഭാഗമാണ് എന്ത് കിഴക്കൻ കുന്നുകളെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നാഗ കുന്നുകളുണ്ട്, പട്കായി ഭൂമുണ്ട്, ഖാസി ഗാരോ ജയന്തിയ കുന്നുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുന്നതാണ് കിഴക്കൻ കുന്നുകളെന്ന് പറയുന്നത്. ഇനിയും ഈ ട്രാൻസ് ഹിമാലയ എന്ന് പറയാം, നമ്മൾ പറഞ്ഞു കാറക്കോറം, ലഡാക്ക്, സസ്കർ കണ്ടോ. ഇതിനകത്ത് ഈ കാറക്കോറത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താ നമ്മൾ മുമ്പേ പറഞ്ഞില്ലയോ, എന്താ പാമീർ പർവ്വതക്കെട്ടിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന്. ഈ പാമീർ പർവ്വതക്കെട്ടിനെ ഹിമാലയ പർവ്വതവുമായിട്ട് കണക്ട് ചെയ്യുന്നത് ആരാണ്? കാറക്കോറം പർവ്വതനിരകളാണ്. കാറക്കോറം നിരകളാണ് ഹിമാലയ പർവ്വതത്തിനെ പാമീർ പർവ്വതക്കെട്ടുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. അത് ഓർത്ത് വെച്ചോണം. അതേപോലെ ഈ ട്രാൻസ് ഹിമാലയ, ആ മുകളിൽ കിടക്കുന്ന ആ കിരീടം പോലുള്ള ഭാഗത്താണ്. ഈ ട്രാൻസ് ഹിമാലയത്തിൻ്റെ മറ്റൊരു പേരാണ് ടിബറ്റൻ ഹിമാലയം. അതായത് ഏറ്റവും വടക്കായിട്ട് കാണപ്പെടുന്ന ഹിമാലയമാണ് ട്രാൻസ് ഹിമാലയ. ഇതിൻ്റെ മറ്റൊരു പേരാണ് ടിബറ്റൻ ഹിമാലയ. ശരാശരി ഉയരം 3000 മീറ്ററാണ് കേട്ടോ. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം 3000 മീറ്ററാണ്. 40 കിലോമീറ്റർ വീതിയും. ട്രാൻസ് ഹിമാലയത്തിന് 3000 മീറ്ററാണ് ഉയരമുള്ള. നമ്മൾ പറഞ്ഞു 900 മീറ്റർ കൂടുതലുള്ളതാണ് പർവ്വതനിരകൾ എന്ന് പറഞ്ഞു. അപ്പോൾ ട്രാൻസ് ഹിമാലയത്തിന് 3000 മീറ്റർ ഉയരമുണ്ട്. നീളമാണെങ്കിലോ 965 കിലോമീറ്ററാണ് കേട്ടോ. 965 കിലോമീറ്ററാണ് നീളം. വീതിയാണെങ്കിൽ 40 കിലോമീറ്റർ. എന്തിൻ്റെ? ട്രാൻസ് ഹിമാലയത്തിൻ്റെ കേട്ടോ. അപ്പോൾ കാറക്കോറം നിരയാണ് പാമീർ പർവ്വതക്കെട്ടിനെ ഹിമാലയ പർവ്വതമായിട്ട് ബന്ധിപ്പിക്കുന്നത്. ഇനി ഇതേ ഇങ്ങോട്ട് നോക്കിക്കേ, ആ ട്രാൻസ് ഹിമാലയം കഴിഞ്ഞിട്ട് താഴോട്ടുള്ള പോർഷനാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ആ സിവാലിക് ഒന്ന് നോക്കിക്കേ, ആ ഉത്തർപ്രദേശിൻ്റെയൊക്കെ ബോർഡർ പോർഷനായിട്ട് വരുന്നത് കണ്ടോ സിവാലിക്. ഹിമാലയ പർവ്വത നിരകളിൽ ഏറ്റവും തെക്ക് ഭാഗത്തായിട്ട് നോക്കൂ. ഇന്ത്യയുടെ ഏറ്റവും മുകൾ പോർഷൻ എന്ന് പറയുന്നത് വടക്കല്ലേ, താഴ്ഭാഗം തെക്ക്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതൊന്നും കാണാതെ പഠിക്കേണ്ട കാര്യമില്ല കേട്ടോ. നമ്മൾ കാണാതെ പഠിക്കുവാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും ഒരിക്കലും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. സോ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഹിമാലയ പർവ്വതനിരകളിൽ ഏറ്റവും തെക്കായിട്ട് കാണപ്പെടുന്നതാണ് എന്ത്? സിവാലിക്. അതായത് നമ്മുടെ ഗംഗാ സമതലത്തിൻ്റെ അതിരായിട്ട് കാണപ്പെടുന്നതാണ് എന്ത്? സിവാലിക് പർവ്വതനിര. ഇയാൾക്ക് 60 മുതൽ 150 കിലോമീറ്റർ വരെയാണ് വീതി. ആർക്ക്? സിവാലിക്കിന്. ഏറ്റവും വെളിയിലായിട്ടല്ലേ, അതായത് ഏറ്റവും തെക്ക് ഭാഗത്താണ് കാണപ്പെടുന്നത്. സോ ഈ സിവാലിക്കിനെ ഔട്ടർ ഹിമാലയം എന്നാണ് വിളിക്കുന്നത്. ആരെ? സിവാലിക്കിനെ. കണ്ടോ ഡയഗ്രാം. സിവാലിക് ഏറ്റവും തെക്ക് ഭാഗത്തായിട്ട് കാണപ്പെടുന്നുണ്ട്. ഗംഗാ സമതലത്തിൻ്റെ അതിരായിട്ട് കാണപ്പെടുന്നുണ്ട്. 60 മുതൽ 150 കിലോമീറ്റർ വരെ വീതിയുണ്ട്. പിന്നെ ഹിമാലയത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമായതുകൊണ്ട് സിവാലിക്കിനെ ഔട്ടർ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. എന്നിട്ട് ഈ
സിവാലിക്കിൻ്റെ അല്ലെങ്കിൽ ഔട്ടർ ഹിമാലയത്തിൻ്റെ മുകളിൽ, അതായത് സിവാലിക്കിൻ്റെ വടക്ക് ഭാഗത്തായിട്ടാണ് ആര് കാണപ്പെടുന്നത്? നമ്മുടെ ഹിമാചൽ കേട്ടോ. അപ്പോൾ സിവാലിക്കിന് വടക്കായിട്ട് ഇനി സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരമാണ് പറയുന്നത് ഹിമാചലിൻ്റെ. 3500 മുതൽ 4500 മീറ്റർ വരെ ശരാശരി ഉയരമുള്ള പർവ്വതനിരയാണ് ഹിമാചൽ എന്ന് പറയുന്നത്. ഇയാളെ ലെസ്സർ ഹിമാലയം എന്നാണ് അറിയപ്പെടുന്നത്. 60 മുതൽ 80 കിലോമീറ്റർ വരെയാണ് വീതി. 60 മുതൽ 80. അപ്പോൾ സിവാലിക്കിന് വീതി കൂടുതൽ, 60 മുതൽ 150 കിലോമീറ്റർ വരെ ഉണ്ടെങ്കിൽ ഹിമാചലാവുമ്പോഴത്തേക്ക് അത് 60 മുതൽ 80 കിലോമീറ്റർ വരെയാണ് വീതിയുള്ളത് കേട്ടോ. അതൊന്ന് ഓർത്ത് വെക്കാം. പിന്നെ അതിന് മുകളിലാണ് ആര്? ഹിമാദ്രി. ഗ്രേറ്റർ ഹിമാലയ അല്ലെങ്കിൽ ഇന്നർ ഹിമാലയ എന്നൊക്കെ പേരുകളിൽ അറിയപ്പെടുന്ന ആളാണ് ആര്? ഹിമാദ്രി എന്ന് പറയുന്നത്. 6100 മീറ്ററിന് മുകളിൽ ഉയരമുള്ള പർവ്വതനിരയാണ് ഹിമാദ്രി എന്ന് പറയുന്നത്. ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും കാണപ്പെടുന്നത് എവിടെയാണ്? ഹിമാദ്രിയിലാണ്. അത് ഓർത്ത് വെക്കുക കേട്ടോ. ഇനിയും ഇവിടുത്തെ ഉയരം എന്ന് പറയുന്നത് ഏകദേശം 25 കിലോമീറ്റർ ആണ്. ഇവിടെ ഹിമാദ്രിയുടെ ഉയരം എന്ന് പറയുന്നത്. അപ്പോൾ താഴേന്ന് ഇപ്പോൾ ഈ സിവാലിക്ക്, ഹിമാചൽ, ഹിമാദ്രി ഇവരെ പറയുമ്പോൾ താഴേന്ന് മുകളിലോട്ട് പോകുന്നതോറും വീതി കുറഞ്ഞാണ് വരുന്നത് അല്ലേ. ഹിമാദ്രിക്ക് 25 കിലോമീറ്ററേ ഉള്ളൂ. ഹിമാചലാകുമ്പോഴത്തേക്ക് 60 മുതൽ 80 ഉണ്ട്. എന്നാൽ സിവാലിക്കിൻ്റെ കേസിൽ 60 മുതൽ 150 കിലോമീറ്റർ വരെയാണ് വീതി വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് കിട്ടിയല്ലോ. പിന്നീട് ഈ ചാപ്റ്ററിൽ കണ്ടോ, ഇപ്പം ട്രാൻസ് ഹിമാലയ, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ, അത് ഓരോ കളർ ചേഞ്ച് ഉണ്ട്. പക്ഷേ ഇതിപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ നമുക്ക് അത് കാണാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്ന് പറയുന്ന മുകളിലേക്കുണ്ട് കേട്ടോ. ലഡാക്ക് നിരകൾ സസ്കറിനൊക്കെ ശേഷമാണ് ഹിമാദ്രി, ഹിമാചൽ. അവിടെ നിന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ആ ഒരു കനം കുറഞ്ഞ നമ്മൾ കിഴക്ക് ഭാഗത്തുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നത് വരെയാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്ക്. പിന്നീടുള്ളത് എന്താണ്? കിഴക്കൻ കുന്നുകളാണ്. ഓക്കെ. അപ്പോൾ നാഗാ കുന്നുകൾ, പട്കായി ഭൂമൊക്കെ വരുന്നത് കിഴക്കൻ ഈസ്റ്റേൺ ഹിൽസാണ് ആ കാണിച്ചിരിക്കുന്നത്. പിന്നീട് ഈ ചാപ്റ്ററിൽ ഹിമാലയം ഉണ്ടായത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിനു മുമ്പ് നമുക്കറിയാം, നമ്മുടെ ഭൂമിയുടെ ഘടന പഠിക്കുമ്പോൾ ഏറ്റവും പുറമേ ഉള്ളത് എന്താണ്? ക്രസ്റ്റ്, ഭൂവൽക്കം അല്ലേ. ഭൂവൽക്കം, അതിനുള്ളിൽ മാൻറ്റിൽ, ഏറ്റവും ഉള്ളിലായിട്ട് കോർ. ഈ ഭൂവൽക്കത്തിൻ്റെയും മാൻറ്റിലിൻ്റെ മുകൾ ഭാഗത്തിൻ്റെയും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ ശിലാമണ്ഡലം എന്ന് വിളിച്ചത്. ഈ ശിലാമണ്ഡലത്തിൽ കുറേ കഷ്ണങ്ങളായിട്ടാണ് ഇത് കാണപ്പെടുന്നത് കേട്ടോ. ഈ ഒരു കഷ്ണം എന്ന് പറയുന്നത് ചിലപ്പോൾ ആയിരക്കണക്കിന് കിലോമീറ്റർ വീതി കാണും. അനേകായിരം കിലോമീറ്റർ വീതിയും 100 കിലോമീറ്റർ വരെ കനവുമുള്ള ഓരോ പോർഷനെ നമ്മൾ ശിലാമണ്ഡലങ്ങൾ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വൻകരകൾ മാത്രം ആകാം, അല്ലെങ്കിൽ കടൽത്തറകൾ മാത്രവും ആകാം. ആ 100 കിലോമീറ്റർ കനവും അനേകായിരം വിസ്തൃതിയിൽ നിന്ന് ഓർത്തിരിക്കണം. എന്നിട്ട് ശിലാഫലകങ്ങളിൽ തന്നെ വൻകരകളും കാണും, സമുദ്രവും കാണും, സമുദ്രഭാഗങ്ങളും കാണും. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുന്ന പോർഷനെ നമ്മൾ ടെക്ടോണിക് ഫലകങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞ ഭൂവൽക്കവും അതേപോലെ മാൻറ്റിലിൻ്റെ ഉപരിഭാഗവും കൂടി ചേർന്നിട്ടാണ് നമ്മൾ ശിലാമണ്ഡലം എന്ന് പറഞ്ഞത്. ഈ ശിലാമണ്ഡലത്തിന് താഴെ ഉയർന്ന താപത്തിൽ ശിലകളെല്ലാം കൂടി ഉരുകി ഒരു ദ്രവാവസ്ഥയിൽ, സെമി ലിക്വിഡ് സ്റ്റേറ്റിൽ കാണപ്പെടുന്നതിനെയാണ് നമ്മൾ അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ അസ്തനോസ്ഫിയർ, അതായത് ഒരു അർദ്ധദ്രവാവസ്ഥയില, ഇതിന് മുകളിൽ കൂടിയാണ് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ടെക്ടോണിക് ഫലകങ്ങൾ എന്ത് ചെയ്യുന്നത്? നീങ്ങി നിരങ്ങി ചലിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഭൂമിയുടെ ഉപരിതലം എന്ന് പറയുന്നത് ഭൂവൽക്കമാണ്. ഈ ഭൂവൽക്കവും മാൻറ്റിലിൻ്റെ ഉപരിഭാഗവും കൂടി ചേർന്നാണ് ശിലാമണ്ഡലം. ശിലാമണ്ഡലത്തിൽ ഒരുപാട് ശിലാഫലകങ്ങളുണ്ട്, അനേകായിരം വിസ്തൃതിയും 100 കിലോമീറ്ററോളം കനവും ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് വൻകരകൾ കാണും, അല്ലെങ്കിൽ സമുദ്രങ്ങൾ കാണും. ഇതെല്ലാം കൂടി ചേർന്ന് കാണപ്പെടുന്നതിനെയാണ് നമ്മൾ ടെക്ടോണിക് ഫലകങ്ങൾ എന്ന് പറഞ്ഞത്. ഈ ടെക്ടോണിക് ഈ ശിലാമണ്ഡലത്തിന് താഴെയായിട്ട് ശിലകളൊക്കെ നല്ല ചൂടായിട്ട് ചുട്ടുപഴുത്ത് അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന പോർഷനാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ അസ്തനോസ്ഫിയറിൻ്റെ മുകളിൽ കൂടിയാണ് ശിലാമണ്ഡലങ്ങൾ സാവധാനം തെന്നി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹിമാലയ പർവ്വതം, അപ്പോൾ ഇത്തരത്തിൽ ഈ ഫലകങ്ങൾ പല രീതിയിലാണ്, ഈ ഫലകങ്ങളുടെ ഈ ഒരു സാവധാനത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണെന്നല്ലേ പറഞ്ഞേ. അപ്പോൾ ഈ ഒരു ചലനം കാരണം പല ഭൂരൂപങ്ങൾ ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ 2 ഫലകങ്ങൾ തമ്മിൽ അടുത്ത് വരുവാണെങ്കിൽ അവിടെ സംയോജക സീമ അല്ലെങ്കിൽ കൺവേർജൻ്റ് മാർജിൻ എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി 2 ഫലകങ്ങൾ തമ്മിൽ അകലുകയാണെങ്കിൽ
ഡയഗ്രാം നോക്കിക്കോളൂ. രണ്ട് ഫലകങ്ങൾ തമ്മിൽ അകലുകയാണെങ്കിൽ അതിനെ നമ്മൾ വിയോജക സീമ അല്ലെങ്കിൽ ഡൈവേർജൻ്റ് മാർജിൻ എന്നാണ് പറയുന്നത്. എന്നാൽ രണ്ട് ഫലകങ്ങൾ തമ്മിൽ പരസ്പരം ഉരസി മാറുകയാണ് തിരശ്ചീനമായിട്ട് എങ്കിൽ അവിടെ എന്താണ് ട്രാൻസ്ഫോം മാർജിൻ അല്ലെങ്കിൽ ഛേദക സീമ എന്നാണ് പറയുന്നത്. അപ്പോൾ ഹിമാലയ പർവ്വതം അല്ലെങ്കിൽ മടക്ക് പർവ്വതം, നമുക്കറിയാം ആൽപ്സും അതേപോലെ ഹിമാലയ പർവ്വതവും ഒക്കെ എന്താണ് മടക്ക് പർവ്വതങ്ങൾ, ഫോൾഡിങ് മൗണ്ടെയ്ൻസിന് എക്സാമ്പിളാണ്. അപ്പോൾ സംയോജക സീമകൾ, അതായത് പരസ്പരം ഇങ്ങനെ ശിലാമണ്ഡലങ്ങളുടെ സമ്മർദ്ദ ഫലമായിട്ട് രണ്ടും കൂടി ചേർന്ന് വലനം സംഭവിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, മടക്ക് പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സംയോജക സീമയുടെ ഫലക അതിരുകളിൽ രൂപം കൊള്ളുന്ന ഭൂരൂപം ഏതാണ്, മടക്ക് പർവ്വതങ്ങൾ. അപ്പോൾ ഹിമാലയം രൂപം കൊണ്ടത് അങ്ങനെയാണ്. രണ്ട് ശിലാഫലകങ്ങൾ തമ്മിൽ സമ്മർദ്ദ ഫലത്താൽ ചേരുമ്പോൾ അവിടെ ഫോൾഡിങ് സംഭവിച്ചിട്ടാണ്, അവിടെ മടങ്ങിയിട്ടാണ് എന്തുണ്ടാവുന്നത്, ഹിമാലയ പർവ്വതം ഉണ്ടാകുന്നത്. അത് ആരൊക്കെയാണ് ചേരുമ്പോഴാണ്, നമുക്കറിയാം ഇന്ത്യൻ ഫലകവും യൂറേഷ്യൻ ഫലകവും. അപ്പോൾ 150-160 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ ഉപദ്വീപീയ ഇന്ത്യയും ഓസ്ട്രേലിയൻ വൻകരകളെല്ലാം കൂടി ഇന്ത്യൻ ഫലകത്തിൻ്റെ ഭാഗമായിരുന്നു. നമ്മൾ പറഞ്ഞില്ലയോ ശിലാമണ്ഡലത്തിൽ ഓരോരോ കഷ്ണങ്ങളായിട്ടാണ്. അപ്പോൾ അതിനകത്ത് ഒരു കഷ്ണത്തിലാണ് ഉപദ്വീപീയ ഇന്ത്യയും ഓസ്ട്രേലിയൻ വൻകരയും എല്ലാം കൂടി ഉണ്ടായിരുന്നത്. അത് ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നു, സദേൺ ഹെമിസ്ഫിയറിലായിരുന്നു. അത് അവിടുന്ന് സഞ്ചരിച്ച് നീങ്ങി നിരങ്ങിയാണ് എന്ത് ചെയ്യുന്നത്, വടക്കോട്ട് നീങ്ങിയിട്ട് വരുന്ന സമയത്ത് യൂറേഷ്യൻ ഫലകവുമായിട്ട് എന്ത് ചെയ്യും, കൂടിച്ചേരുമ്പോൾ നമ്മുടെ ഈ ഇന്ത്യൻ ഫലകത്തിനും യൂറേഷ്യൻ ഫലകത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന സമുദ്രഭാഗമാണ് തെതിസ് എന്ന് പറയുന്നത്. ആ തെതിസ് സമുദ്രത്തിൻ്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നു വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഹിമാലയ പർവ്വതം രൂപം കൊള്ളുന്നത് കേട്ടോ. അപ്പോൾ ഇത് ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നു ആദ്യം ഇന്ത്യൻ ഫലകം, പിന്നീട് അത് വടക്കോട്ട് നീങ്ങി യൂറേഷ്യൻ ഫലകത്തിനെത്തി. ഇതിന് രണ്ടിനെയും കൂടി ഇടയിൽ നിന്നിരുന്ന തെതിസ് സമുദ്രത്തിന് അടിത്തട്ട് മടങ്ങി ഉയർന്നിട്ടാണ് ഹിമാലയ പർവ്വതം രൂപം കൊണ്ടത്. അത്രയൊന്ന് ഓർത്തു വെക്കുക. ഇന്ത്യയുടെ ഭൂപ്രകൃതി അനുസരിച്ചിട്ട് നമ്മൾ പറഞ്ഞു ഉത്തരപർവ്വത മേഖല. ഈ ഉത്തരപർവ്വത മേഖലയെ ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വീണ്ടും ട്രാൻസ് ഹിമാലയ, കിഴക്കൻ കുന്നുകളെന്ന് പറഞ്ഞ് തിരിച്ചു. ഇനി അടുത്തത് എന്താണ് ഗിരികന്ധരങ്ങൾ എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. നോക്കൂ, രണ്ട് പർവ്വതങ്ങളുടെ ആ ചെങ്കുത്തായ വശങ്ങളും അതിനിടയ്ക്കൊരു ചെറിയ താഴ്വരകളും കാണിച്ചിട്ടുണ്ട്. അതാണ് ഗോർജസ് അല്ലെങ്കിൽ ഗിരികന്ധരങ്ങൾ എന്ന് പറയുന്നത്. അതിനകത്ത് ഒരു പർവ്വതത്തിൻ്റെ സൈഡ് നല്ല രീതിയിൽ അങ്ങ് കറുത്തു പോയി കേട്ടോ. അല്ലായിരുന്നെങ്കിൽ ഏകദേശം ഒന്ന് മനസ്സിലാകുമായിരുന്നു. രണ്ട് പർവ്വതത്തിൻ്റെ ചെങ്കുത്തായ ചരിവും അതിൻ്റെ ഇടയിലുള്ള ആ ഒരു താഴ്വരകളും, ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായിട്ടുള്ള താഴ്വരകളാണ് ഗിരികന്ധരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോഴേ ഹിമാലയ പർവ്വത നിരയ്ക്ക് കുറുകെ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദികൾ ഏതൊക്കെയാണെന്നറിയാമോ? സ്വാഭാവികമായിട്ടും സിന്ധുവും ഗംഗയും ഒറ്റയടിക്ക് നമ്മൾ എഴുതാം. പക്ഷെ പിന്നീട് ഓപ്ഷന് പലത് തരുമ്പോൾ നമ്മൾ തിരിയും. അപ്പോൾ ഓർത്തോണം, സിന്ധു, ഗംഗ, സത്ലജ് എന്നീ നദികളാണ് എന്ത് ചെയ്യുന്നത്, ഹിമാലയ പർവ്വത നിരക്ക് ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നത്. എടുത്ത പേര് പറഞ്ഞിട്ടുള്ളത് കേട്ടോ, സിന്ധു, ഗംഗ, സത്ലജ്. ഇനി ഹിമാലയത്തിൽ നിന്നുള്ള നദികൾ എന്ത് ചെയ്യും, പർവ്വതനിരകൾക്ക് കുറുകെ ഈ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കും. പർവ്വതനിരകൾക്ക് കുറുകെ ഇങ്ങനെ നദികൾ ഒഴുകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഹിമാലയത്തിനെ പ്രാദേശികമായിട്ട് പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം എന്നിങ്ങനെ വീണ്ടും തരംതിരിച്ചിട്ടുണ്ട്. എന്താണ്, ഹിമാലയ പർവ്വതത്തിന് കുറുകെ നദികൾ ഒഴുകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാദേശികമായിട്ട് ഹിമാലയ പർവ്വതത്തിനെ വീണ്ടും തരംതിരിച്ചിട്ടുണ്ട്. പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. നോക്കൂ, പടിഞ്ഞാറൻ ഹിമാലയം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സിന്ധു നദി മുതൽ കാളി നദി വരെ, ഈ കാളി നദി എന്ന് പറയുന്നത് ഘാഘര നദിയുടെ പോഷക നദിയാണെന്ന് അങ്ങനെ തന്നെയാണ് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. സിന്ധു നദി മുതൽ ഘാഘര നദിയുടെ പോഷക നദിയായിട്ടുള്ള കാളി നദി വരെയാണ് പടിഞ്ഞാറൻ ഹിമാലയം. മധ്യ ഹിമാലയം എന്ന് പറയുന്നത് കാളി നദി മുതൽ ടീസ്റ്റ വരെ. കിഴക്കൻ ഹിമാലയം, അതായത് ആ 3 നമ്പർ ഇട്ടിട്ടുള്ളത്, ടീസ്റ്റ നദി മുതൽ ബ്രഹ്മപുത്ര നദി വരെയാണ് കിഴക്കൻ ഹിമാലയം എന്ന് പറയുന്നത്. കിട്ടിയോ? ഇനി ഇതിൽ ഈ പടിഞ്ഞാറൻ ഹിമാലയം ഉണ്ടല്ലോ, സിന്ധു നദി മുതൽ കാളി നദി വരെയുള്ള, ഇവനെ വീണ്ടും 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. തെറ്റല്ലേ, തിരിയല്ലേ? എന്താണ് നമ്മൾ പറഞ്ഞു, ഹിമാലയ പർവ്വതത്തിന് കുറുകെ നദികൾ ഒഴുകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 3ആയിട്ട്. എങ്ങനെയാ? പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. ഈ പടിഞ്ഞാറൻ ഹിമാലയത്തിനെ വീണ്ടും കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നിങ്ങനെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇതുവരെയാണ് ഞാൻ പറഞ്ഞു നിർത്തിയത്. അതായത് ഈ 3ഉം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് നിർത്തി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ക്ലാസ് ഇട്ടതിൻ്റെ തൊട്ട് പിറ്റേന്ന് CPO എക്സാമിന് ആ ഒരു സെൻറ്റൻസ് അതേപോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ജോഗ്രഫിയിൽ ഒരു ക്വസ്റ്റ്യന്
നമുക്കതിപ്പോൾ ടെക്സ്റ്റ് നോക്കുമ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. അപ്പോൾ പടിഞ്ഞാറൻ ഹിമാലയത്തിനെ എങ്ങനെയാണ് തരംതിരിച്ചിട്ടുള്ളത്? കാശ്മീർ ഹിമാലയം, അടുത്തൊന്ന് പറയാൻ നോക്കിക്കേ, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ്. കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം. അപ്പോൾ അതിനകത്ത് കാശ്മീർ ഹിമാലയത്തിനെ കുറിച്ച് നമുക്ക് നോക്കാം. കാശ്മീർ ഹിമാലയം ജമ്മു കാശ്മീർ ലഡാക്ക് പ്രദേശത്തുള്ളതാണ്. ഏകദേശം 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് എന്ത് ഈ കാശ്മീർ ഹിമാലയം ഉള്ളത്. 700 കിലോമീറ്റർ നീളവും 500 കിലോമീറ്റർ വീതിയുമുണ്ട്. അപ്പോൾ തന്നെ 3.5 ലക്ഷം കിലോമീറ്റർ സ്ക്വയർ എന്നുള്ളത് ഏരിയ കിട്ടും അല്ലേ. അപ്പോൾ കാശ്മീർ ഹിമാലയത്തിന് 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഏരിയ വിസ്തൃതിയുണ്ട്. നീളം 700 കിലോമീറ്റർ, വീതി 500. മഞ്ഞുമൂടിയ കൊടുമുടികളും താഴ്വരകളും മലനിരകളും ഒക്കെ നിറഞ്ഞ് ഈ കാശ്മീർ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട പർവ്വതനിരകളാണ് കാറക്കോറം, സസ്കർ, ലഡാക്ക്, പീർ പഞ്ചാൽ. കേട്ടോ, പീർ പഞ്ചൽ. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് ആണ് അതേപോലെ തന്നെ ചോദിച്ചിട്ടുള്ളത്. സസ്കർ, കാറക്കോറം, സസ്കർ, ലഡാക്ക്, പീർ പഞ്ചൽ ഇതൊക്കെ എവിടെയാണ് കാണപ്പെടുന്നത്? കാശ്മീർ ഹിമാലയത്തിലാണ് കാണപ്പെടുന്നത്. ലോകത്തിലെ 2ാമത്തെ ഉയരമേറിയ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് K2K കാറക്കോറമാണല്ലോ. 8611 8611 മീറ്ററാണ് ഉയരം. 8611 മീറ്ററാണ് മൗണ്ട് K2വിൻ്റെ ഉയരം. അപ്പോൾ ലോകത്തിലെ തന്നെ 2ാമത്തെ ഉയരമേറിയ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഏത് ഹിമാലയത്തിലാണ്? കാശ്മീർ ഹിമാലയം. കേട്ടോ, അതേപോലെ നമ്മൾ പറഞ്ഞു കാറക്കോറം, സസ്കർ, ലഡാക്ക്, പീർ പഞ്ചൽ ഇതെല്ലാം എവിടെയാണ്? കാശ്മീർ ഹിമാലയത്തിലാണ്. ഇനി ഈ ഓരോ ഹിമാലയത്തിലെ ഹിമാനികൾ, താഴ്വരകൾ, നദികൾ, ചുരങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ കാശ്മീർ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട ഹിമാനികളാണ് ഒന്ന് സിയാച്ചിൻ. സിയാച്ചിൻ നമുക്കറിയാമല്ലോ, ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി എന്നാണ് സിയാച്ചിൻ ഹിമാനി അറിയപ്പെടുന്നത്. സിയാച്ചിൻ കൂടാതെ ബോൾട്ടോരോ ഹിമാനിയും എവിടെയാണ്? ഈ പറയുന്ന കാശ്മീർ ഹിമാലയത്തിലാണ്. കാശ്മീർ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട ഹിമാനികൾ നമ്മൾ പറഞ്ഞു, ഏതൊക്കെയാണ്? സിയാച്ചിനും ബോൾട്ടോരോയും. അപ്പോൾ ഈ സിയാച്ചിൻ, ബോൾട്ടോരോ ഹിമാനികളാണ് അവിടുത്തെ സിന്ധുവിൻ്റെ പോഷക നദികളായിട്ടുള്ള ഝലം, ചിനാബ്, രവി തുടങ്ങിയ നദികളിലെല്ലാം എപ്പോഴും നീരൊഴുക്ക് സാധ്യമാക്കുന്ന, മഴയായാലും മഞ്ഞായാലും അതുകൊണ്ട് ഇവിടെയൊക്കെ വെള്ളം കാണും എപ്പോഴും ഈ നദികളിൽ കേട്ടോ. അതേപോലെ പർവ്വതങ്ങളുടെ 2 വശങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് ഗതാഗതം സാധ്യമാക്കുന്നത് പർവ്വതങ്ങളിലെ ചുരങ്ങളാണല്ലോ, അല്ലെങ്കിൽ പാസസ് ആണല്ലോ. ഈ കാശ്മീർ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട പാസസ് ആണ് ബനിഹാൾ പാസ് അല്ലെങ്കിൽ ബനിഹാൾ ചുരം. ഈ ബനിഹാൾ ചുരം ഏത് പർവ്വതനിരയ്ക്ക് കുറുകയാണ്? നമുക്കറിയാം പർവ്വതനിരയ്ക്ക് കുറുകയാണല്ലോ ചുരങ്ങൾ. അപ്പോൾ ഈ ബനിഹാൾ ചുരം ഏത് പർവ്വതനിരയ്ക്ക് കുറുകയാണ്? പീർ പഞ്ചൽ. മറക്കല്ലേ, പീർ പഞ്ചൽ പർവ്വതനിരയ്ക്ക് കുറുകയാണ് ബനിഹാൾ ചുരം എന്ന് പറയുന്നത്. ഇത് ഏതുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്? ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ബനിഹാൾ ചുരം. ഈ ബനിഹാൾ ചുരം സ്ഥിതി ചെയ്യുന്നത് പീർ പഞ്ചൽ പർവ്വതനിരയിലാണ്. കിട്ടിയോ? ഇനി ഈ കാശ്മീർ ഹിമാലയത്തിൽ കാണപ്പെടുന്ന ശുദ്ധജല തടാകമാണ് ദാൽ എന്ന് പറയുന്നത്. ഈ ദാൽ തടാക തീരത്താണ് ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാം ദാൽ തടാകത്തിലെ ശിഖാര തോണികളും അവിടുത്തെ ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളൊക്കെ അവിടുത്തെ ടൂറിസത്തിലെ പ്രധാനപ്പെട്ട ആകർഷകമായിട്ടുള്ള ഘടകങ്ങളാണ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ദാൽ തടാകം തീരത്ത് സ്ഥിതി ചെയ്യുന്നത് ശ്രീനഗർ പട്ടണമാണ് എന്നുള്ള കാര്യങ്ങൾ ഓർത്ത് വെച്ചോണം കേട്ടോ. അപ്പോൾ നമ്മൾ റിവിഷനാണ്, ഇത് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് കമൻറ്റ് ചെയ്യാനോ എന്തെങ്കിലും ഒന്ന് മറക്കല്ലേ കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞു മടുത്തു, എന്താ അടുത്ത ക്ലാസ് ഇടാൻ അപ്പോൾ നമുക്കൊരു താല്പര്യം തോന്നും എന്നുള്ളത്. ആർക്കും പാഴായിട്ടുള്ള വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് ഇത് തന്നെ ചോദിക്കുന്നൊന്നും ഞാൻ ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നേ പറയുന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിരിക്കും, ഉറപ്പായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇനിയും ഈ കാശ്മീർ ഹിമാലയവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഇവിടുത്തെ പർവ്വത ചരിവുകളിൽ വേനൽക്കാലങ്ങളിൽ കാണപ്പെടുന്ന പുൽമേടുകൾ. അതിനെ വിളിക്കുന്നത് എന്താണെന്നറിയാമോ? മർഗുകൾ. മഗ്ഗല്ല, മർഗുകൾ. ശൈത്യകാലത്ത് മഞ്ഞ് മൂടക്കെട്ട് കിടക്കുന്ന ഈ സ്ഥലങ്ങൾ വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് നല്ല പച്ച നിറത്തിലുള്ള പുൽമേടുകളായിട്ട് മാറും. ഇവിടാണ് സ്കീയിങ് പോലുള്ള മഞ്ഞുകാല വിനോദ പരിപാടികൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ധാരാളം ടൂറിസ്റ്റുകൾ അവിടെ വരും. പ്രധാനപ്പെട്ട മർഗുകളാണ് സോൺമർഗും ഗുൽമർഗും. ഏതാണ് പ്രധാനപ്പെട്ട മർഗുകൾ? സോൺമർഗും ഗുൽമർഗും കേട്ടോ. അപ്പോൾ കാശ്മീർ ഹിമാലയത്തിലാണ് മർഗുകൾ കാണപ്പെടുന്നത്. അതായത് കാശ്മീർ ഹിമാലയത്തിൻ്റെ പർവ്വതച്ചെരിവുകളിൽ വേനൽക്കാലങ്ങളിൽ രൂപം കൊള്ളുന്ന പുൽമേടുകളാണെന്ത്? മർഗുകൾ. പ്രധാനപ്പെട്ട മർഗുകൾ ഏതൊക്കെയാണ്? സോൺമർഗ്, ഗുൽമർഗ്. മറക്കല്ലേ.
അടുത്തത് കാശ്മീർ ഹിമാലയം കഴിഞ്ഞു. അടുത്ത് നമ്മൾ പറഞ്ഞു പടിഞ്ഞാറൻ ഹിമാലയത്തിന് കാശ്മീർ എന്നും ഹിമാചൽ ഹിമാലയം എന്നും ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നും ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അടുത്തത് ഹിമാചൽ ഹിമാലയമാണ്. ഹിമാചൽ ഹിമാലയം ആ പേരിൽ തന്നെ ഉണ്ട്. ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്താണ് കൂടുതലായിട്ടും ഹിമാചൽ ഹിമാലയം നിലകൊള്ളുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട നദികൾ ചിനാബ്, രവി, ബിയാസ്. ബിയാസ് അറിയാം, ഹിമാചൽ പ്രദേശിൽ കൂടിയാണ് ഒഴുകുന്നത്. അപ്പോൾ ചിനാബ്, രവി, ബിയാസ് ആണ് ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട നദികൾ. അതേപോലെ ഇവിടുത്തെ പർവ്വതനിരകൾ ധൗളാധർ ഓർത്തിരുന്നോണം. പീർ പഞ്ചലും ധൗളാധറും കൂടി വന്നു കഴിഞ്ഞാൽ അത് ഹിമാചൽ ഹിമാലയമാണ് കേട്ടോ. അപ്പോൾ ധൗളാധർ എന്നുള്ള പേര് ഹിമാചൽ ഹിമാലയത്തിലാണ്, ആ ഒരു പർവ്വതം ഹിമാചൽ ഹിമാലയത്തിലാണ് അത് നിലകൊള്ളുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. ഇനിയും ഇവിടുത്തെ ശുദ്ധജല തടാകങ്ങളാണ്, ഫ്രഷ് വാട്ടർ ലേക്സ് ആണ് ചന്ദ്രതാലും സൂരജ് താലും കേട്ടോ. നമ്മൾ തൊട്ടുമുന്നേ ദാൽ പറഞ്ഞു, എവിടെ? കാശ്മീർ ഹിമാലയത്തിൽ. ഇപ്പം നമ്മൾ ഹിമാചൽ ഹിമാലയമാണ് പറയുന്നത്. ഏതൊക്കെയാ? ചന്ദ്രതാൽ, സൂരജ് താൽ. ഇനി ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബാരാലാച്ചില. അത് സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ ഹിമാലയത്തിലാണ്. അതേപോലെ തന്നെ കുളു താഴ്വരയെ ലാഹുൽ സ്പിതി എന്ന് പറയുന്ന താഴ്വരകളുമായിട്ട് ബന്ധിപ്പിക്കുന്ന റോഹ്താങ് പാസും എവിടെയാണ്? ഹിമാചൽ ഹിമാലയത്തിൽ. രണ്ടെണ്ണം പറഞ്ഞു, ബാരാലാച്ചിലയും റോഹ്താങ് പാസും. ബാരാലാച്ചില ലഡാക്കും ഹിമാചൽ പ്രദേശും. റോഹ്താങ് എന്തിനെയൊക്കെയാ? രോഹിത് ലാഹുലിനെ സ്പിതിയെ കൊണ്ട് കുളത്തിൽ ചാടിച്ചു എന്ന് പറഞ്ഞാണ് സ്കൂൾ കുട്ടികളെ പറയുന്നത്. റോഹ്താങ് പാസ് ലാഹുൽ സ്പിതി താഴ്വരകളെ കുളു താഴ്വരയുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട താഴ്വരകളും സുഖവാസ കേന്ദ്രങ്ങളും എടുത്തു പറയുന്നുണ്ട്. കുളു, ഖാംഗ്ര, ലാഹുൽ എന്നൊക്കെ പറയുന്നത് താഴ്വരകളാണ്. ഷിംല, മണാലി ഇതൊക്കെ സുഖവാസ കേന്ദ്രങ്ങളാണ്. അതേപോലെ തന്നെ ഇവിടെ ശൈത്യകാലത്ത് മഞ്ഞുവീഴ്ച ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ചില ഭാഗങ്ങളിലൊക്കെ ഇവിടെ ചൂട് നീരുറവകൾ കാണപ്പെടുന്നുണ്ട്. നമുക്കറിയാം, അതിശക്തമായ മഴ വരുവാണെങ്കിൽ ഈ മഴവെള്ളമെല്ലാം എങ്ങോട്ടാണ് പോകുന്നത്? ഭൂമിക്ക് അടിയിലേക്ക് പോയിട്ട് ഭൂഗർഭ ജലമായിട്ടാണ് മാറുന്നത്. എന്നാൽ നമുക്കറിയാം ഭൂരൂപീകരണം പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട് അല്ലേ? അതായത് ഭൂരൂപങ്ങൾ എന്ന് പറയുമ്പോൾ പർവ്വതങ്ങളുമാകാം. അപ്പോൾ ഈ പർവ്വത രൂപീകരണം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന സ്ഥലത്ത് ഭൂമിയുടെ ഉപരിതലത്തിൽ അടിയിലുള്ള തൊട്ട് താഴെയുള്ള ശിലകളൊക്കെ എന്ത് ചെയ്യും? ശിലാപാളികളൊക്കെ ചൂടുപിടിക്കും. അപ്പോൾ ശിലാപാളികൾ ചൂടുപിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ അണ്ടർഗ്രൗണ്ട് വാട്ടർ ഭൂഗർഭജലവും ചൂടുപിടിക്കും. ഇത്തരത്തിൽ ഈ ചൂട് പിടിച്ചിട്ടുള്ള ഭൂഗർഭജലം എന്ത് ചെയ്യും? ചില ഭാഗങ്ങളിൽ ഗ്ലേസിയറായിട്ട് അല്ലെങ്കിൽ ചൂട് നീരുറവകളായിട്ട് പുറത്തു വരും. ഇത്തരത്തിൽ ചൂട് പിടിച്ച ജലം എന്ത് ചെയ്യും? ചൂട് നീരുറവകളായിട്ട് പുറത്തേക്ക് വരും. ഇത്തരത്തിൽ ഹിമാലയ പർവ്വത പ്രദേശ ഭാഗത്ത് കാണപ്പെടുന്ന ചൂട് നീരുറവകളാണ് നൂബ്ര താഴ്വര, മണികരൺ, ഖീർ ഗംഗ കേട്ടോ. അപ്പോൾ ഇതിനകത്തുനിന്ന് ജിയോ തെർമൽ എനർജി ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഹിമാചൽ പ്രദേശിലെ മണികരൺ ചൂട് നീരുറവിൽ നിന്നാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. മണികരൺ ചൂട് നീരുറവ ഏത് സംസ്ഥാനത്തിലാണ്? ഹിമാചൽ പ്രദേശിലാണ്. ഇത് ഹിമാചൽ ഹിമാലയത്തിൻ്റെ ഭാഗമാണ് കേട്ടോ. അടുത്തത് പടിഞ്ഞാറൻ ഹിമാലയത്തിൻ്റെ ലാസ്റ്റ് പോർഷനാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം. ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് പറയുമ്പോഴത്തേക്ക് സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള ഹിമാലയ പ്രദേശത്തിനെ നമ്മൾ പ്രത്യേകം എടുത്ത് ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് പറയുന്നത്. പക്ഷേ ഇതിനകത്തൊരു കുഴപ്പമുണ്ട്. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം, അതായത് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന് ആ മുകൾ പോർഷൻ എന്താണ്? ഗഡ്വാൾ ഹിമാലയം എന്നും അതിൻ്റെ തന്നെ കിഴക്കൻ പോർഷത്തിനെ കുമവൂൺ ഹിമാലയം എന്നും അറിയപ്പെടുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പ്രധാനപ്പെട്ടതാണ്. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറൻ പോർഷനെ ഗഡ്വാൾ ഹിമാലയം എന്നും അതിൻ്റെ തന്നെ കിഴക്കൻ ഭാഗത്തിനെ കുമവൂൺ ഹിമാലയം എന്ന് പറയും. ഇവിടെ കാണപ്പെടുന്ന കൊടുമുടികൾ നന്ദാദേവി, ഇമ്പോർട്ടൻ്റ് ആണ്, ക്യാമറ്റ്, ബദ്രീനാഥ്, കേദാർനാഥ്. അപ്പോൾ എന്തായാലും ഈ ബദ്രീനാഥും കേദാർനാഥും ഒക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നുള്ളതിലോട്ടങ്ങ് നമ്മൾ പോയിക്കോളും. അപ്പോൾ നന്ദാദേവി, ക്യാമറ്റ് അത് ഓർത്തോണേ. നന്ദാദേവി, ക്യാമറ്റ്, ബദ്രീനാഥ്, കേദാർനാഥ് ഇതൊക്കെ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട കൊടുമുടികളാണ്. പിന്നെ നമുക്കറിയാം ഗംഗയുടെ ഉത്ഭവസ്ഥാനം ഗംഗോത്രി, യമുന നദിയുടെ ഉത്ഭവസ്ഥാനം യമുനോത്രി തുടങ്ങിയ ഹിമാനികളും അതേപോലെ തന്നെ ഇവിടുത്തെ ശുദ്ധജല തടാകങ്ങളാണ് നൈനിറ്റാളും ഭീംതാലും. ഇതും കാണപ്പെടുന്നത് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ്. ചന്ദ്രതാൽ, സൂരജ് താൽ എവിടാണ്? ഹിമാചൽ ഹിമാലയത്തിൽ. ധൗളാധർ ചോദിച്ചാലും ഹിമാചൽ ഹിമാലയത്തിൽ. ക്യാമറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ. നൈനിറ്റാൽ, ഭീംതാൽ എവിടാണ്? ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ.
പറഞ്ഞു ഗംഗാ സമുദ്രത്തിനോട് ചേർന്ന് കാണപ്പെടുന്നത് എന്തുവാ? സിവാലിക്കല്ലേ. ഈ സിവാലിക്കിന് തൊട്ട് മുകളിലാണ് എന്ത്? ഹിമാചൽ. അതിന് തൊട്ട് മുകളിലാണ് ഹിമാദ്രി അല്ലേ? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഈ സിവാലിക്കിനും തൊട്ട് മുകളിലുള്ള ലെസർ ഹിമാലയത്തിനും ഇടയിൽ കാണപ്പെടുന്ന നിരപ്പായിട്ടുള്ള താഴ്വരകളാണ് ഡൂണുകൾ. ഉത്തരാഖണ്ഡിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഡൂൺ ഏതാണ്? ഡെറാഡൂൺ ആണ് കേട്ടോ. ഇനി ഇവിടുത്തെ പർവ്വത ചെരുവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാലത്തുള്ള പുൽമേടുകളാണ് ബുഗ്യാൾ. അപ്പോൾ മർഗുകളോ? മർഗ് എവിടെ കാണപ്പെടുന്നത്? അത് കാശ്മീർ ഹിമാലയത്തിലാണ് കേട്ടോ. അത് തിരിയല്ലേ. മർഗുകൾ കാണപ്പെടുന്നത് കാശ്മീരിലാണ്, എന്നാൽ ബുഗ്യാലുകൾ കാണപ്പെടുന്നത് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ. അതൊന്നുകൂടി എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹിമാലയത്തിൽ ഏകദേശം 3000 മീറ്റർ മുതൽ 4500 മീറ്റർ ഉയരത്തിനിടയിലുള്ള ഗഡ്വാൾ മേഖലയിലാണ് എന്ത് കാണപ്പെടുന്നത്? ബുഗ്യാലുകൾ കാണപ്പെടുന്നത്. ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട ബുഗ്യാലുകൾ ഏതൊക്കെയാണ്? ദയാര ബുഗ്യാലും ഗോർസോൺ ബുഗ്യാലും കേട്ടോ. എന്തൊക്കെയാ? ദയാര ബുഗ്യാൽ, ദയാര ബുഗ്യാല്, ഗോർസോൺ ബുഗ്യാൽ കേട്ടോ. ദയാര ബുഗ്യാലും ഗോർസോൺ ബുഗ്യാലും കാണപ്പെടുന്നത് എവിടെയാണ്? ഹിമാലയത്തിലെ 3000 മുതൽ 4500 മീറ്റർ ഉയരത്തിനിടയിൽ കാണപ്പെടുന്ന ഗഡ്വാൾ മേഖലയിൽ. വൃക്ഷരേഖയ്ക്കും ഹിമരേഖയ്ക്കും ഇടയിലാണ് ഗഡ്വാൾ മേഖല. അവിടെ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളാണ് ബുഗ്യാലുകൾ എന്ന് പറഞ്ഞാൽ കേട്ടോ. ദയാര ബുഗ്യാലും ഗോർസോൺ ബുഗ്യാലുമാണ് പ്രധാനപ്പെട്ട ബുഗ്യാലുകൾ. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം ഗഡ്വാൾ എന്നും കിഴക്കൻ ഭാഗം കുമവൂൺ എന്നും പറഞ്ഞു. ഇനി ഇവിടെ ഒരുപാട് ആട്ടിടയന്മാർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ കന്നുകാലികളൊക്കെ ഒരുപാട് വളർത്തുന്നുണ്ട്. ഇവർ വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? പർവ്വതത്തിന് മുകളിലേക്ക് വരും. അപ്പോൾ എന്ത് ചെയ്യും? പുൽമേടുകൾ ധാരാളമുണ്ട്, ഈ ബുഗ്യാലുകളുണ്ട്. അവിടെ എന്ത് ചെയ്യും? ഇവരെ സമൃദ്ധമായിട്ടൊക്കെ തീറ്റ കൊടുത്തിട്ട് ഈ വേനൽക്കാലം കഴിഞ്ഞ് വീണ്ടും മഞ്ഞുകാലം ആകുമ്പോൾ വീണ്ടും അവരെന്ത് ചെയ്യും? താഴ്വരകളിലേക്ക് പോകും. അപ്പോൾ ഇത്തരത്തിൽ വളർത്തു മൃഗങ്ങളോടൊപ്പം താഴ്വരങ്ങളിലേക്കും പിന്നെ വീണ്ടും പർവ്വതത്തിലോട്ടുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇടയന്മാരുടെ കാലിക ദേശാടനത്തിന്, താൽക്കാലികമായിട്ടുള്ള ഈ ഒരു ദേശാടനത്തിന് എന്തെന്നാണ് അറിയപ്പെടുന്നത്? ട്രാൻസ് ഹ്യൂമൻസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോഴേ ഈ ട്രാൻസ് ഹ്യൂമൻസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ ഗഡ്വാൾ മേഖലയിലെ ബുഗ്യാലുകളുമായിട്ട് കേട്ടോ. ട്രാൻസ് ഹ്യൂമൻസ് നമ്മളിതൊക്കെ ഇത് ഒരിക്കൽ പോലും വായിച്ചിട്ടില്ലാത്തവർ ഒരിക്കലും ഇതിലോട്ട് എത്തത്തില്ല. ട്രാൻസ് ഹ്യൂമൻസ് എന്താണ്? ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ ഗഡ്വാൾ മേഖലയിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളിലെ വളർത്തുമൃഗങ്ങളുമായിട്ട് വരുന്ന ഇടയന്മാരാണ്. അവർ പിന്നീട് എന്ത് ചെയ്യും? വീണ്ടും ശൈത്യകാലം വരുമ്പോൾ താഴ്വരകളിലേക്ക് പോകും. അവരുടെ ഈ കാലിക ദേശാടനത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രാൻസ് ഹ്യൂമൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു റിവിഷനാണ്. എനിക്ക് ആദ്യം ഇട്ട പാർട്ടുകളൊന്നും അത്ര സാറ്റിസ്ഫാക്ഷൻ എനിക്കില്ലാത്തതുകൊണ്ടാണ് ഞാനിതൊന്നുകൂടെ ഒന്ന് പറഞ്ഞത്. എന്താണെന്നറിയത്തില്ല, ഞാൻ എപ്പോഴും വിചാരിക്കും ഇന്ന് ക്ലാസ് ഇട്ട് തുടങ്ങണം എന്ന് ഞാൻ ക്ലാസ് ഇട്ടോ ഒന്നുകിൽ അന്ന് അതിൻ്റെ പിറ്റേന്ന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും. പിന്നെ എന്നെ കാണുന്ന കുറേ നാളിന് ശേഷമായിരിക്കും കേട്ടോ. ഇതിന് എന്താവോ എന്തോ. എന്തായാലും നിങ്ങൾ ക്ലാസ് പൂർണ്ണമായിട്ടും കേട്ടവർ ദയവേത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ പടിഞ്ഞാറൻ ഹിമാലയമാണ് കംപ്ലീറ്റ് ചെയ്തത്. പടിഞ്ഞാറൻ ഹിമാലയത്തിനെയാണ് കാശ്മീർ ഹിമാലയമെന്നും ഹിമാചൽ ഹിമാലയമെന്നും ഉത്തരാഖണ്ഡ് ഹിമാലയമെന്നും പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തത്. ഇനി നമുക്ക് മധ്യ ഹിമാലയമുണ്ട്, കിഴക്കൻ ഹിമാലയമുണ്ട്, പിന്നീട് പൂർവാചൽ കുന്നുകളെക്കുറിച്ച് പഠിക്കണം, ഇവിടുത്തെ കൃഷികളെക്കുറിച്ച്, കാലാവസ്ഥകളെക്കുറിച്ച്, നദീവ്യവസ്ഥകളെക്കുറിച്ചൊക്കെ ഈ ചാപ്റ്ററിലുണ്ട്. ഒരു പാർട്ട് കൂടി ഈ ഒരു ക്ലാസ്, ഇച്ചിരി ലെങ്തി ക്ലാസ് അപ്ലോഡ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ ദയവേത് നിങ്ങൾ കമൻറ്റ് പറയുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായി കാതോർത്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.